കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി വനം വകുപ്പ്. മയക്കുവെടി വച്ച കുട്ടിയാനയെ കാലുകൾ ബന്ധിച്ച് വാഹനത്തിലേക്ക് കയറ്റി. ആന അവശനിലയിൽ തുടരുകയാണ്. ആനയുടെ വായയ്ക്കേറ്റ പരിക്ക് ഗുരുതരമെന്ന് വിലയിരുത്തൽ. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ആനയുടെ താടിയെല്ല് പൂർണ്ണമായി തകർന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്, അല്ലേ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഗുരുതരമായ പരിക്കേറ്റ നിലയിലാണ് കരിക്കോട്ടക്കരയിൽ ഇന്ന് രാവിലെ കുട്ടിക്കാട്ടാനയെ കണ്ടെത്തിയത്. തുടർന്ന് ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് വയനാട്ടിൽ നിന്ന് പ്രത്യേക സംഘം എത്തി, ഈ വെറ്ററിനറി സംഘം എത്തി ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. അരമണിക്കൂറോളം പരിശ്രമിച്ചാണ് ഈ മയങ്ങിയ കാട്ടാനയെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റാനൊരു ശ്രമം നടത്തിയത്. ആനകൾ ബന്ധിച്ച് ഈ താൽക്കാലിക അനിമൽ ആംബുലൻസിലേക്ക് കയറ്റുന്നതിനിടെ ആന കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തന്നെ ആനയെ തള്ളി വാഹനത്തിൽ കയറ്റി. തൊട്ട് പിന്നാലെ ആറളം വളയഞ്ചാലിലുള്ള RRT സംഘത്തിന്റെ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിലേക്ക് ആനയെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ആനയുടെ വായക്കേറ്റ പരിക്ക് വളരെ ഗുരുതരമാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ജീവന് പോലും അപകടത്തിനുണ്ടാക്കുന്ന രീതിയിലാണ് പരിക്കെന്നും പറയപ്പെടുന്നു. ദേവിക, ശരി. ടെലിഫോൺ ലൈനിൽ ചേർന്നത് കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള.